സ്വന്തം ജീവിതം സ്വയം ഡിസൈൻ ചെയ്യുന്നതാവണമെന്ന് വല്ലാതെ വാശി പിടിച്ചിരുന്നു വിജയപ്പണിക്കർ. സ്വയം വിശ്വസിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്തു. ഒരുപാട് പേര് ആ വഴികളിലൂടെ ജീവിതം കരുപിടിപ്പിച്ചു. പക്ഷെ എൻ്റെ കാര്യം പകലന്തിയോളം വെള്ളം കോരിയിട്ട് അവസാനം വാതിൽക്കൽ കലമടച്ചതുപോലെ എങ്ങും എത്താതെ. ആ, ചിലരുടെ ജാതകം അങ്ങനെയാ. ഞാൻ മുൻപും പറഞ്ഞിട്ടില്ലേ, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് ജീവിത വിജയം നേടാൻ മാത്രമേ എനിക്ക് വിധിയുള്ളൂ. സ്വന്തം ജീവിതം പെരുന്തച്ഛൻ്റെ ജീവിതം പോലെ തന്നെയാ. മകളുടെ ജീവിതം പാളിപ്പോയി. എന്തിനാ വീപ്പി ഇങ്ങനെ നിരാശപ്പെടുന്നത്? സ്നേഹിക്കാൻ നമുക്ക് കുഞ്ഞുങ്ങളില്ലാതെയൊന്നും ഇല്ലല്ലോ. അപ്പൂന് ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ പുറത്തുനിന്നൊരു കുഞ്ഞിനെ ദത്തെടുക്കുന്ന ഒരു ആഗ്രഹം വീപ്പിക്ക് തോന്നുമായിരുന്നോ? അതോ വീപ്പിക്ക് അപ്പൂനെ ഇപ്പോ പഴയതുപോലെ സ്നേഹിക്കാൻ കഴിയില്ലെന്നാണോ? അതോ അതിനേക്കാൾ മറ്റൊരാളെ സ്നേഹിച്ചേ അടങ്ങുന്നുള്ള വാശിയാണോ? ഇനിയിപ്പോ നിയമം അനുവദിച്ച് അങ്ങനൊരു കുഞ്ഞിനെ ദത്തെടുത്താൽ കൂടി വീപ്പിക്ക് അതിനെ പൂർണ്ണ മനസ്സോടെ സ്നേഹിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് വീപ്പിക്കും അറിയാം. പക്ഷേ ഇപ്പോഴത്തെ വീപ്പിയുടെ മനസ്സ് അത് സമ്മതിക്കുന്നില്ലെന്ന് മാത്രം. വീപ്പി, നമുക്ക് ഈ അധ്യായം മറക്കാം. വീപ്പി അതിന് ശ്രമിച്ചിട്ടുമില്ല, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല. അങ്ങനെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്ത്. അതെ, ഇപ്പം അതിനാ ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ല, ശ്രമിച്ചിട്ടുമില്ല. ഈ കാര്യത്തിൽ മാത്രമല്ല, ഒന്നിലൊരു ആഗ്രഹവും താല്പര്യവും ഇല്ലാതെ ഒരു പാഴ്ത്തടി പോലെയായി എൻ്റെ ജന്മം. ജീവിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ശ്വസിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. അതിനെയൊക്കെ ജീവിതം എന്ന് പറയാറില്ലേ? അതുപോലെ നിരർത്ഥകമായ ഒരു ജീവിതം. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? എന്ത് അർത്ഥമാണോ എൻ്റെ ജീവിതത്തിനുള്ളത്? ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. മകളെ ഒരു IAS ഓഫീസർ ആക്കുക, അവൾക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാക്കി കൊടുക്കുക, ലോകത്തിന് മുന്നിൽ സക്സസ്ഫുൾ മാനായി മറ്റുള്ളവർ എന്നെ കാണുക. അങ്ങനെ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു, ആഗ്രഹങ്ങളായിരുന്നു. അപ്പൊ ഇപ്പോഴും IASന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് നേടിയെടുക്കാന്നുള്ള കോൺഫിഡൻസും ഉണ്ട്. പിന്നെ ബിപിക്ക് മകള് തന്നെ IASകാരി ആവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അത് മകനായാലും കുഴപ്പമില്ല. ഇതാ എല്ലാം അറിയാവുന്ന താനിങ്ങനെ കണ്ണടച്ചിരുട്ടാക്കരുത്. ഞാനല്ല, ഇപ്പൊ VP-യാണ് കണ്ണടച്ചിരുട്ടാക്കുന്നത്. റിയാലിറ്റി അംഗീകരിച്ചെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കുകയും എന്നാൽ അതിനോട് പൊരുത്തപ്പെടുകയും ചെയ്യാതെ ഭൂതകാലത്ത് നട്ടം തിരിയുന്നത് ഇപ്പൊ VP-യാ. അതൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. VP-യുടെ എല്ലാ പ്രോബ്ലവും തീരും. എക്സ്ക്യൂസ് മീ, എന്തോ സീരിയസ് ആയി പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഡോക്ടറെ ഒരു അവാർഡ് മൂവി ലൈനില് ഭയങ്കര ഒരു സൈലൻസ്? പറയാനുള്ളത് സീരിയസ് മാറ്റർ തന്നെയാണ്. പക്ഷേ ഞാനത് പറയുമ്പോൾ താനത് എങ്ങനെ എടുക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു കൺഫ്യൂഷനുണ്ട്. കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഡോക്ടർ ധൈര്യമായിട്ട് പറഞ്ഞോ, സംഗതി എന്താണെന്ന് കേൾക്കട്ടെ. ഇന്ന് എന്തായിരുന്നു അങ്ങനെ ഒരു നാടകത്തിന്റെ ആവശ്യം? നാടകോ? സോറി, ജൂബിൻ എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ല, രാവിലെ വീട്ടിലൊരു സർപ്രൈസ് എൻട്രി, അത് കഴിഞ്ഞ് ഇല്ലാത്തൊരു കാരണം ഉണ്ടാക്കി മമ്മിയെ മാളുവിനെയും ക്ഷണിക്കൽ, അങ്ങനെ പലതുകൊണ്ടും താൻ ബോധപൂർവ്വം ഒരു പ്ലേ നടത്തുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ തോന്നിയോ? സോറി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചതേ ഇല്ല. പിന്നെ ഇല്ലാത്തൊരു കാരണം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ എന്താ? വാടകയ്ക്കാണെങ്കിലും ഒരു പുതിയ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വേണ്ടപ്പെട്ടവരൊക്കെ ക്ഷണിക്കുന്നത് ഒരു നാട്ടുമര്യാദയല്ലേ? അതുമാത്രല്ല, ഞാൻ ഇവിടെ വന്ന് ഇത്രയും ദിവസമായിട്ടും ഡോക്ടറായിട്ട് മനസ്സ് വെച്ച് എന്നെ ആ വീട്ടിലേക്ക് ക്ഷണിച്ചില്ല. അത് ഇന്ന്
ഇന്നുണ്ടാവും നാളെ ഉണ്ടാവും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് എന്റെ ക്ഷമ നശിച്ചു. ഒടുവിൽ നിനക്ക് അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ലെന്ന് കണ്ടപ്പോ ഞാൻ എന്റെ ഇഷ്ടത്തിന് അങ്ങ് ഇടിച്ചു കയറി. അതുകൊണ്ട് ഇപ്പൊ എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടായിട്ടല്ല, ഉണ്ടാകാതിരിക്കാനാ ഞാൻ ശ്രമിക്കുന്നത്. എന്താ നിന്റെ മനസ്സിൽ? അത് തെളിച്ചു പറ. ഞാൻ ഇനിയെ വീട്ടിൽ വരണ്ടെന്നാണോ, അതോ നിന്റെ മമ്മിയും മിസ്സസിനെയും കാണണ്ടെന്നാണോ? ഇത് രണ്ടും ഞാൻ പറയുന്നില്ല. പക്ഷേ അലീന ഒരുപാട് സ്വാതന്ത്ര്യം എടുക്കുമ്പോൾ ഭാവിയിൽ അത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കുമെന്ന് ഞാൻ ആശങ്കപ്പെടുന്നുണ്ട്. എന്നുവെച്ചാ നമ്മുടെ സൗഹൃദത്തെ മാള് തെറ്റിദ്ധരിക്കുമെന്നാണോ, അതോ നിന്റെ മമ്മി തെറ്റിദ്ധരിക്കുമെന്നോ? എന്നിൽ വിശ്വാസമുള്ളിടത്തോളം കാലം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ വഴിയില്ല. പക്ഷേ എന്താ ഒരു പക്ഷേ? കമോൺ മാൻ, എന്താ നിന്റെ പ്രശ്നം? തെളിച്ചു പറ. അലീന, ടു ബി ഫ്രാങ്ക്, നമ്മുടെ ഈ അടുപ്പം വെറുമൊരു സൗഹൃദത്തിൽ ഒതുങ്ങി നിൽക്കുമെങ്കിൽ ഓക്കെ. പക്ഷേ അതിനപ്പുറത്തേക്കൊരു ഡയമെൻഷനിലേക്കാണ് ഇത് വളരുന്നതെങ്കിൽ. അങ്ങനെ ഒരു ഡയമെൻഷനിലേക്ക് ഇത് വളരുമെന്ന് നീ ഭയക്കുന്നുണ്ടല്ലേ? ജോബിൻ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ ശരിക്കും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? ഐ വോണ്ട് എ യെസ് ഓർ നോ ആൻസർ. നോ, ഒരിക്കലും ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. വൈ? നിനക്കെന്നെ ഇഷ്ടമല്ലഞ്ഞിട്ടാണോ, അതോ മിസ്സസിനോടുള്ള ഇഷ്ടം കൂടുതലുമുണ്ടോ? എന്റെ മനസാക്ഷിയെ വഞ്ചിക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട്. അലീനയുടെ ഒരു നല്ല സുഹൃത്തായിരിക്കുന്നതിനപ്പുറം മറ്റൊരു ഡയമെൻഷനും നമ്മുടെ റിലേഷനിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല അലീന. ഓക്കെ, വെരി ഗുഡ്. പക്ഷേ നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്നോണ്ട് നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? അതിലെനിക്ക് ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷേ അലീന അതിൻ്റെ അതിർവരമ്പുകൾ ലംഘിക്കരുത്. ലംഘിക്കാൻ എന്നെ നിർബന്ധിക്കുകയും ചെയ്യരുത്. എന്താ മാഷേ, നിർബന്ധിച്ച ചിലപ്പോ നീ ആ പ്രലോഭനത്തിൽ വീണേക്കുമെന്ന് പേടിയുണ്ടല്ലേ? സി അലീന, ഇതുകൊണ്ടാ നിന്നോട് സീരിയസ് ആയിട്ട് ഒരു കാര്യവും പറയാൻ പറ്റാത്തത്. എന്തും തമാശയായിട്ട് എടുക്കൂ. സീരിയസ് ആവാൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല. സീരിയസ് ആയാ ഞാൻ വല്ലാതെ ഇമോഷണൽ ആയി പോവും ജോബിൻ. എന്നാലും ഒരു കാര്യം പറയാതെ വയ്യ. ഒരു ഫാമിലിയൊക്കെ ആയപ്പോഴേക്കും നീ എന്നോട് വളരെ ക്രൂവലായിട്ടാ പെരുമാറുന്നത്. അത് പലപ്പോഴും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ക്രൂവലായിട്ടോ? ഞാനോ? ഇതിലപ്പുറം ഞാൻ സ്നേഹത്തോടെ എങ്ങനെ അലീന പെരുമാറേണ്ടത്? ഹേയ്, ഇറ്റ്സ് ഓക്കെ, നമുക്ക് ആ വിഷയം ഇടാം. അപ്പൊ ഞാൻ കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കരുത്, അതും പ്രത്യേകിച്ച് നിന്റെ മമ്മിയുടെയും മിസ്സസിന്റെയും മുന്നിൽ. ഓക്കെ, അഗ്രീഡ്. എനിത്തിങ് എൽസ്? ഇനിയും വേറെ എന്തെങ്കിലും ഉണ്ടോ കണ്ടീഷൻസ്? ഇല്ല, ഞാൻ പറഞ്ഞത് അലീന മോശമായൊരു സെൻസിൽ എടുക്കരുത്. ഏയ്, പറഞ്ഞത് നീ ആയതുകൊണ്ട് അതിന്റെ റിയൽ സെൻസിൽ ഞാൻ എടുക്കും. ഓക്കെ, ഇനി ഞാൻ നിന്റെ വീട്ടിൽ വരാതിരിക്കാൻ ശ്രമിക്കാം. ശ്രമിക്കാമെന്നല്ല, വരില്ല. പകരം നിനക്ക് എന്റെ വീട്ടിൽ വരുന്നതിന് ഞാൻ വിലക്കൊന്നും ഏർപ്പെടുത്തുന്നില്ല. എപ്പോ വന്നാലും ഏത് നേരത്തും നിനക്കവിടെ വാം വെൽക്കം ആയിരിക്കും. ശരി, പോവാം നമുക്ക്. ഓ, പിരിയാം. എന്തായാലും മനസ്സിലുള്ളത് നീ തുറന്നു പറഞ്ഞല്ലോ. താങ്ക്സ് എ ലോട്ട് ഡിയർ. കുടിക്ക്. അപ്പോ അവിടെയും വിപിയുടെ മനോരോഗം തന്നെയാ വില്ലനായത് അല്ലേ അമ്മ? പക്ഷേ അവരീ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമൊന്നും ഇവിടെ വന്ന് ഒരു എൻക്വയറി നടത്തിയിട്ടില്ലല്ലോ. പിന്നെങ്ങനെ അവർക്ക് വിപിക്ക് ഇങ്ങനൊരു ഹിസ്റ്ററി ഉള്ളതായി അറിയാം? അതിന് അവരിവിടെ വന്ന് നേരിട്ട് അന്വേഷിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പോ അല്ലാതെയും ദത്തെടുക്കുന്നതിനെ പറ്റി അവർക്ക് അന്വേഷിക്കാവുന്നതല്ലേ ഉള്ളൂ. വിപി അങ്ങനെ ഒരു സ്റ്റേജിൽ കൂടി കടന്നുപോയ ആളാണെന്ന് ഇവിടെ ഇപ്പൊ ആർക്കാ അറിഞ്ഞൂടാത്തത്? ഇപ്പോഴും വിപിയുടെ അസുഖം മാറിയിട്ടില്ലെന്ന് വിശ്വസിക്കുന്നവരാ ഈ അസോസിയേഷനിൽ പലരും. അവരിൽ ആരോടെങ്കിലും ആയിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക. എന്തായാലും സംഭവം പൊളിഞ്ഞത് വല്ലാത്ത കഷ്ടമായിപ്പോയി. വിപി അത്രയും ആഗ്രഹിച്ചിട്ട് എല്ലാം ഓക്കെ ആവുന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു. പാവം. നീ ഒന്ന് ചുമ്മാരിക്കപ്പോ. അത് നടക്കാതെ പോയതിൽ ഒരു കഷ്ടവും ഇല്ല. നന്നായെന്നേ ഞാൻ പറയൂ. ഇവിടെ അങ്ങനെ ആരും ആരെയും ദത്തെടുത്തുകൊണ്ട് വരികയൊന്നും വേണ്ട. അത്
അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് തോന്നുന്നല്ലേ. ഇപ്പോ ഞാൻ തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ BP എന്നെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ലായിരുന്നെങ്കിൽ, അമ്മയും ചിലപ്പോ VPയുടെ തീരുമാനത്തെ അനുകൂലിക്കുമായിരുന്നില്ലേ? ഇല്ല. ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാൻ അതിനോട് യെസ് പറയുമായിരുന്നില്ല. നിനക്ക് പകരം ഒരു ഓപ്ഷൻ എനിക്ക് അന്നും ഇല്ല, ഇന്നും ഇല്ല അപ്പു. ഇനി ഉണ്ടാവുകയില്ല. ഒരുപക്ഷെ കുഞ്ഞുങ്ങളില്ലാത്തൊരു ജീവിതമായിരുന്നു ഞങ്ങളുടേതെങ്കിൽ VPക്ക് മുന്നേ ഒരു അഭിപ്രായം ഞാൻ അങ്ങോട്ട് പറയുമായിരുന്നു. ഇവിടെ ഇപ്പൊ അതിന്റെ കാര്യമൊന്നുമില്ലല്ലോ. കാര്യമില്ലെന്ന് തോന്നുന്നത് ഗീതാലക്ഷ്മിക്ക് മാത്രം. VPയുടെ മനസ്സിപ്പോ കുഞ്ഞുങ്ങളില്ലാത്തൊരവസ്ഥ തന്നെയാ. ഒഴിവാക്കാൻ പറ്റാത്തോണ്ട് എന്റെ നമ്പർ റോളിൽ നിന്ന് വെട്ടുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ മതി, ആ അധ്യായം അവിടെ കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് എന്തിനാ വെറുതെ ഒരു പോസ്റ്റ്മോർട്ടം? വിട്ടുകളാം. ഞാനും അമ്മയും വിട്ടാലും VP അത് അത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും ഓപ്ഷൻ പുള്ളിക്കാരന് മനസ്സിലുണ്ടാവാതിരിക്കില്ല. ഇല്ലപ്പോ, അതിനുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. മനസ്സിൽ നിന്ന് അങ്ങനെ ഒരു ആഗ്രഹം ഉപേക്ഷിക്കുകയാണെന്നാ VP എന്നോട് പറഞ്ഞത്. അത്രയ്ക്ക് നിരാശയിലെ ആള്. എന്റെ കാര്യം വല്ലതും പറഞ്ഞോ VP? നിന്റെ എന്ത് കാര്യം? എന്റെ കാര്യം മീൻസ് എന്റെയും ആതിരയുടെയും കാര്യം? ഇല്ല, ഇന്ന് അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അങ്ങനെ പറയാതിരുന്ന എങ്ങനെയാ? ഒരു തീരുമാനം നന്ദൻ സാറിനെ അറിയിക്കണ്ടേ? ദത്തെടുക്കൽ പോലെ എനിക്കിതങ്ങ് മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ച് കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പോ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും നീ സംസാരിക്കാൻ നിൽക്കേണ്ട VPയോട്. ഞാൻ പറഞ്ഞില്ലേ, VP ഇപ്പം അങ്ങേയറ്റം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടൊരു മൂഡിലാ. ഇപ്പൊ ഈ കാര്യത്തെക്കുറിച്ച് അങ്ങോട്ട് സംസാരിക്കാൻ പോയാ ആകെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയാവും. മനസ്സൊന്ന് ശാന്തമാവട്ടെ, എന്നിട്ട് ഞാൻ തന്നെ VPയോട് സംസാരിക്കാം. സംസാരിച്ച മാത്രം പോരല്ലോ അമ്മേ, VPയെ കൊണ്ട് സമ്മതിപ്പിക്കുകയും വേണം. അതിൽ കുറഞ്ഞൊന്നും എനിക്ക് പറ്റില്ല. അമ്മയുടെ പ്രഷർ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതല്ലാതെ എന്റെ മുമ്പിൽ വേറെ മാർഗമില്ല. അറിയാലോ, ആതിരയ്ക്കും നന്ദൻ സാറിനും കൊടുത്ത വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ. ഒക്കെ എനിക്കറിയാപ്പോ. ഞാൻ നിന്റെ കൂടെ ഇല്ലേ? എനിക്ക് കുറച്ച് സമയം താ. VP ഒന്ന് സെറ്റിൽ ഡൗൺ ആവട്ടെ. എനിക്കെന്നെ വിശ്വാസമില്ലേ? അമ്മ വിഷമിക്കണ്ട, ഞാൻ പറഞ്ഞേ ഉള്ളൂ. സാവധാനം VPയോട് സംസാരിച്ചാൽ മതി. ഡോക്ടർ സാർ എന്താ ആകെ ഡാർക്കാണല്ലോ? എന്തു പറ്റി? ഏയ് ഒന്നുമില്ല, നിനക്ക് വെറുതെ തോന്നുന്നതാ. എൻ്റെ തോന്നൽ അവിടെ നിൽക്കട്ടെ. എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. ഡോക്ടറിനോടും വക്കീലിനോടും കള്ളം പറയരുതെന്നാ സേയിങ്. ഡോക്ടർ വക്കീലിനോട് കള്ളം പറയരുതെന്നാക്കിയാലും വിരോധമൊന്നും ഇല്ല കേട്ടോ. എന്താ ഡോക്ടറെ കാര്യം? തൻ്റെ ബോയ്ഫ്രണ്ടുമായിട്ട് വഴക്കിട്ടോ? അങ്ങനെ വഴക്കായിട്ടൊന്നുമില്ല, എങ്കിലും അത്ര സുഖത്തിലല്ല ഞങ്ങൾ പിരിഞ്ഞത്. കാരണം ഇത് തന്നെയാണെന്ന് ഞാൻ ഊഹിച്ചിരുന്നു. ആക്ച്വലി എന്താ പ്രശ്നം? ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പറയടോ. ഒന്നുമില്ലെങ്കിലും തൻ്റെ ടെൻഷനെങ്കിലും ഒന്ന് കുറയുമല്ലോ. ഞാനിന്ന് ഡോക്ടറുടെ വീട്ടിൽ പോയ കാര്യം പറഞ്ഞില്ലേ, അത് ജോബിന് അത്ര പിടിച്ച മട്ടില്ല. ഇനി അങ്ങനൊന്നും വേണ്ടെന്ന് പുള്ളി എൻ്റെ മുഖത്തടിച്ച പോലെ പറഞ്ഞു. ഓ, അതാണോ കാര്യം? താനാരും ഇല്ലാത്തപ്പോഴൊന്നും അല്ലല്ലോ അവിടെ പോയത്. ഡോക്ടറിന്റെ മിസ്സിസും മമ്മിയൊക്കെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ലേ? പിന്നെന്താ ഡോക്ടർക്ക് പ്രശ്നം? ആക്ച്വലി ഞാൻ അവിടെ ചെന്നതോ അല്ലെങ്കിൽ ജോബിന്റെ മമ്മിയെയോ ഭാര്യയെയോ പരിചയപ്പെട്ടതൊന്നും അല്ല അവന്റെ യഥാർത്ഥ പ്രശ്നം. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന സ്വാതന്ത്ര്യം അവനൊരു പ്രലോഭനമാകുമെന്ന് ശരിക്കും ജോബിൻ ഭയക്കുന്നുണ്ട്. യെസ്, അതാണ് പോയിന്റ്. അങ്ങനെ ഒരു ഭയം അയാളിൽ ഉള്ളതുകൊണ്ടാണ് ജോബിൻ തന്നോട് ഇനി അത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതിൽ അയാൾക്ക് അയാളുടേതായ ന്യായം ഉണ്ടാവും. എന്നാലും മുഖത്ത് നോക്കി തന്നോടത് പറയുന്നത് ഒഴിവാക്കാമായിരുന്നു. ജോബിൻ അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഹിമ. നമ്മളെ പോലെ കുറച്ചുകൂടി ഫോർവേഡായി ചിന്തിക്കാൻ അവനെ കൊണ്ട് കഴിയില്ല. അതിപ്പോഴല്ല, പണ്ട് ഒരുമിച്ച് പഠിക്കുമ്പോഴും അത് തന്നെയായിരുന്നു അവസ്ഥ. മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കും, അവനെ കുറിച്ച് എന്ത് കരുതും, അങ്ങനെയുള്ള ഒരുപാട് വേലിക്കെട്ടിൽ അവൻ ലോക്ക്ഡൌൺ. അതിനെ അങ്ങനെയും വ്യാഖ്യാനിക്കാം.
അല്ലെങ്കിൽ അയാൾ ഫാമിലിയെക്കുറിച്ച് കൂടുതൽ കൺസേൺ ആയതുകൊണ്ടാണെന്ന് വിചാരിക്കാം. അതിലിപ്പോ അയാളെ തെറ്റു പറയാൻ പറ്റില്ല അലീന. അപ്പോ തെറ്റ് എന്റെ ഭാഗത്താണെന്നാണ് വക്കീൽ പറഞ്ഞു വരുന്നത്. അങ്ങനെ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും കുറച്ചുകൂടെയൊക്കെ ജാഗ്രത തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നുവെച്ചാ അയാൾ അയാളുടെ ഭാര്യയും അമ്മയും അത്രയ്ക്ക് സ്നേഹിക്കുന്നതുകൊണ്ടാണല്ലോ. പുറത്തുനിന്നൊരു ഇൻഫ്ലുവൻസിൽ അത് എക്സ് കാമുകിയുടെ ആണെങ്കിൽ കൂടി അയാൾ എത്ര ബോധേഡാവുന്നത്. തന്നെയല്ല, അങ്ങനെയൊന്നും വേണ്ടെന്ന് നേരിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഡോക്ടർ ജോബിൻ തന്റെ സൗഹൃദത്തിന് ഒരു ലിമിറ്റിനപ്പുറം ഒരു സ്ഥാനം നൽകുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അയാൾ പറയാവുന്നതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാന്യമായി തന്നെ അറിയിച്ചു. അങ്ങനെ വേണം അത് മനസ്സിലാക്കാൻ. മാന്യത അത് വെറും ഒരു പുറംചട്ടയാണ് ഹിമ. അവനവന്റെ കുടുംബത്തെക്കുറിച്ചുള്ള കൺസേൺ എല്ലാ പുരുഷന്മാർക്കും ഉള്ളതാ. എന്നിട്ട് തരം കിട്ടിയ അവർക്കെല്ലാം തോന്നും പോലെ ആവുകയും ചെയ്യാം. താൻ പറഞ്ഞത് ഒട്ടുമിക്ക ആണുങ്ങളുടെ കേസിലും ശരിയായിരിക്കും. പക്ഷെ ജോബിന്റെ കേസ് എക്സെപ്ഷനിലാണെന്നാ എനിക്ക് തോന്നുന്നത്. എന്ത് എക്സെപ്ഷണൽ? തനിക്ക് കാണണോ? ഇപ്പൊ ഇതൊന്നും എന്നോട് വേണ്ടെന്ന് പറഞ്ഞ ജോബിൻ ഞാൻ വിളിച്ചാ എന്റെ ഒപ്പം എവിടെയും വരും. ഞാൻ പ്രൂവ് ചെയ്തു തരാം. അയ്യോ, താൻ കടുങ്കയൊന്നും ചെയ്യല്ലേ. ആ പാവം ജീവിച്ചു വെക്കോട്ടെ. പൊയ്ക്കോട്ടെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാ ഹിമ, ഞാനായിട്ട് ഇനി ജോബിനെ ശല്യം ചെയ്യാൻ പോവില്ല. പക്ഷേ ജോബിനായിട്ട് എന്റെ അടുത്ത് വന്ന ഞാൻ ഇനി അവനെ അങ്ങനെ വെറുതെ വിടാനും ഉദ്ദേശിച്ചിട്ടില്ല. ഓക്കെ, രണ്ടിലേതാ സംഭവിക്കാന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം, അല്ലേ ഡോക്ടറെ? ആ, കാണാം. ഞാനായിട്ട് ഇനി ഇനിഷ്യേറ്റീവ് എടുക്കില്ല, അത് ഉറപ്പാ. വാ. അപ്പോ ഒരു വിവാഹത്തെപ്പറ്റി ചിന്തിക്കാനുള്ള സമയമായിട്ടുണ്ടെന്ന് നീ കരുതുന്നുണ്ടോ? എന്താ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നാട്ടുനടപ്പ് നിയമവ്യവസ്ഥയൊക്കെ വെച്ച് നോക്കിയാൽ എനിക്കതിനുള്ള പ്രായമായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉടനെ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷേ ഭാവിയിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പാർട്ട്ണറെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആ പെൺകുട്ടിയെ തന്നെ ഞാൻ വിവാഹം കഴിക്കുമെന്നൊരു ഉറപ്പ് ഞാൻ അവളുടെ വീട്ടുകാർക്ക്, ആ പെൺകുട്ടിയുടെ ബ്രദറിന് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു വാക്ക് കൊടുത്ത് ആ റിലേഷൻ ഉറപ്പിക്കുന്നത് എന്റെ വീട്ടുകാരുടെ സമ്മതത്തോടെ ആയിരിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. സോറി, ആ ആഗ്രഹം നടക്കുന്നു തോന്നുന്നില്ല. ആഗ്രഹം ഉണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനർത്ഥം അതൊരാവശ്യമാണെന്നല്ല. ഇനിയിപ്പോ വീട്ടുകാരതിന് സമ്മതിച്ചില്ലെങ്കിലും ആ വാക്ക് കൊടുക്കൽ എന്റെ ഭാഗത്തുനിന്ന് നടന്നിരിക്കും. അപ്പൊ എന്തിനായി പിടിവാശി? എന്ത് കാര്യത്തിന്? അതും ഒരു സ്റ്റുപ്പിഡിറ്റിക്ക് വേണ്ടി? വിവാഹം കഴിക്കുന്ന ഒരു സ്റ്റുപ്പിഡിറ്റി ആണെങ്കിൽ ഈ ലോകത്ത് കോടിക്കണക്കിന് വിധികളുണ്ട്. ആ കൂട്ടത്തിൽ VPയും ഗീതാലക്ഷ്മിയും വരെ ഉൾപ്പെടും. ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിക്കുന്നത് തങ്ങളുടെ അടുത്ത ജനറേഷൻ നിലനിർത്താനാണ്. നിന്റെയും നീ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെയും കാര്യത്തിൽ അങ്ങനെ ഒരു തുടർച്ച ഉണ്ടാവുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾ ആഗ്രഹിച്ചാൽ കൂടി. VP, പ്ലീസ് ഗീത, എന്റെ ചോദ്യം അപ്പുവിനോടാണ്. അപ്പു പറയട്ടെ. പറയൂ അപ്പു. വിവാഹം കഴിച്ചവർക്ക് എല്ലാവർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവുമായിരുന്നെങ്കിൽ ഈ നാട്ടിൽ ഇത്രയും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് സെന്റർ ഉണ്ടാവുമായിരുന്നില്ലല്ലോ. ഇനിയിപ്പോ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ തന്നെ അവരെല്ലാവരും അടുത്ത ജനറേഷനെ പറ്റി ചിന്തിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. സന്താനോത്പാദനത്തിലൂടെ പാരമ്പര്യം നിലനിർത്താനാണ് വിവാഹം കഴിക്കുന്നത് എന്നതേ ഒരു പഴഞ്ചൻ ആശയമാണ്. അങ്ങനെ നിലനിർത്തുന്നെങ്കിൽ തന്നെ അത് തന്റെ തുടർച്ച തന്നെ ആവണമെന്ന് ഉറപ്പിച്ച് എത്ര പേർക്ക് പറയാൻ പറ്റും?